ഏത് പ്രണയത്തിലും കുറച്ച് കുറച്ച് സങ്കടങ്ങളൊക്കെ വരാറുണ്ട്. അതിൽ നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കുന്ന ഒന്ന് എന്താണെന്നറിയോ? ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഏറ്റവും സങ്കടം വരുന്നത് ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്തുനിന്ന് മാറിയിരിക്കുമ്പോഴല്ലേ? അയാളെ കാണാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോഴല്ലേ? ഒരു പ്രണയലേഖനം അവൾ അവനെഴുതി. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. നിന്നെ കാണണമെന്ന് മാത്രമാണ് നിന്നിൽ നിന്ന് അകത്തിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ സങ്കടത്തിലാണ്. എൻ്റെ അടുത്തേക്ക് വേഗം വരില്ലേ? ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വിളവെടുപ്പ് കഴിഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം, ഇത് പറഞ്ഞിട്ടാ മോഹൻലാൽ പോകുന്നത്. ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. മുന്തിരിത്തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു, ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു. വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക. ആ ഒരു നിമിഷം വരെ ശരിക്കും പറഞ്ഞ അവളോടുള്ള പ്രണയത്തിന്റെ തീവ്രത ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവൻ പ്രഖ്യാപിക്കുന്നത്, അവളെ തേടി ഞാൻ വരും, അവൾ എന്റേതാണെന്ന്. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. ഏറിയാൽ 1 മാസത്തിനാവും, വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഏത് കഥയിലും ഒരു വില്ലൻ കടന്നു വരൂല്ലേ? മോഹൻലാലിന്റെയും ഷാരിയുടെയും പ്രണയത്തിനിടയിലും ഒരു വില്ലൻ കടന്നു വരിക. അവളെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തിലകൻ ആലോചിക്കുക. അവളോട് പറയണം, ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. ഏറിയാൽ 1 മാസം. ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെ വില്ലന്മാർ കടന്നു വരാം. അത് ഏത് രൂപത്തിലുമാകാം. ചിലപ്പോൾ അതൊരു തേർഡ് പേഴ്സൺ, ചിലപ്പോൾ സ്വന്തം വീട്ടുകാർ. ജീവന തുല്യം സ്നേഹിക്കുന്ന 2 പേര് അപ്പുറവും ഇപ്പുറവും. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ലവ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്, കൂടെ റീനു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ഒരു ഉഗ്രൻ ഹംസ ഉണ്ട്, വിനീതിന്റെ ക്യാരക്ടർ. ഈ ഹംസത്തിന്റെ അടുത്താണ് മോഹൻലാൽ പറഞ്ഞു വിടുന്നത്, ഒരു തരത്തിലും മറ്റേ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന്. ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഞാൻ പിടിച്ചു നിന്നോളാം, വന്നില്ലെങ്കിലും സാരമില്ല. എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. പ്രണയത്തിലാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ചിലർക്ക് പ്രണയം സംഭവിക്കുന്നത് അവർ തനിച്ചാണ് എന്ന തോന്നൽ വരുമ്പോഴാണ്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരില്ല എന്ന്. അത്തരം അവസരങ്ങളിലായിരിക്കും ദേവദൂതനെ പോലെ അയാൾ കടന്നു വരുന്നത്, നമ്മളെ സ്വന്തമാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.